എല്ലാവർക്കും ഹൃദയപൂർവ്വം പന്തക്കുസ്ത തിരുനാളിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയവുമായി ഐക്യപ്പെട്ട് ഒരേ മനസ്സോടെ പ്രാർത്ഥിച്ച ആദിമസഭയിലെ അപ്പസ്തോലന്മാരിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വർഗം തുറന്ന് പെയ്തിറങ്ങിയ ദിവസം, ഉദ്ധിതനായ യേശുവിൻ്റെ വിജയ പതാക ലോകത്തിൻ്റെ ഒത്ത നടുവിൽ ഇങ്ങനെ പാറിപ്പറന്ന ദിവസം, ദൈവത്തിൻ്റെ കാറ്റ്. ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 23 വരെയുള്ള തിരുവാക്യങ്ങളാണ്. നമ്മൾ അവിടെ കാണുക, ദൈവം ഉദ്ധിതനായ ഈശോ അവിടുത്തെ തിരുമുറിവുകൾ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി അവരുടെ മേൽ നിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ കാറ്റ്, പരിശുദ്ധാത്മാവ്. അവർ വലിയ സന്തോഷത്താൽ നിറഞ്ഞുവെന്ന് വചനത്തിൽ നമ്മൾ കാണുന്നു. തുടർന്ന് ശിഷ്യന്മാർക്ക് പാപം മോചിക്കാനുള്ള അധികാരവും ഈശോ നൽകുന്നു. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാന ഭാഗങ്ങളായ 20-21 അധ്യായങ്ങളിൽ നമ്മുടെ തമ്പുരാന്റെ അടുത്തടുത്തുള്ള പ്രത്യക്ഷീകരണങ്ങളാണ് നാം വായിക്കുക. ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതിന് തൊട്ടടുത്ത് തന്നെ നാം കാണുക തോമസിന്റെ സംശയമാണ്. അതിന് തൊട്ടടുത്തായി നമ്മൾ കാണുക വലയും വള്ളവുമായി മീൻ പിടിക്കാൻ ഇറങ്ങുന്ന പത്രോസിന്റെ പിന്നാലെ ഇറങ്ങുന്ന മറ്റ് ശിഷ്യന്മാർ. കർത്താവെങ്കിലും തിബേരിയാസിന്റെ കരയിൽ ഒരു സ്നേഹത്തോടെ പ്രാതലൊരുക്കി അവർക്ക് വേണ്ടി കാത്തിരുന്ന് ആ സ്നേഹത്തിൻ്റെ അപ്പം ചുട്ട് അവരെ ഊട്ടുകയാണ്. എന്നിട്ട് പത്രോസിനെ തൻ്റെ മാറിലേക്ക് ഇങ്ങനെ ചേർത്ത് നിർത്തി പത്രോസിനോട് ചോദിക്കുകയാണ്, പത്രോസ്, നിനക്ക് ശരിക്കും എന്നോട് സ്നേഹമുണ്ടോ? ഇത് ആവർത്തിച്ച് ചോദിക്കുകയാണ്. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഇതാണ് സ്വർഗത്തിൻ്റെ സ്നേഹം. ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. പരിശുദ്ധാത്മാവ് വലിയ സ്നേഹവും സന്തോഷവും സമാധാനവുമായി സഭ എപ്പോഴും അനുഭവിക്കുന്നു. പത്രോസിൻ്റെ ചങ്കിലേക്ക് കർത്താവ്, ഈ ശൂന്യമായി നിൽക്കുന്ന ചങ്കിലേക്ക് കർത്താവ് ചോദിച്ചപ്പോൾ പത്രോസ് നെടുവീർപ്പെട്ടു. അവനറിയാം നിശ്ചയമായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് അവൻ്റെ മേൽ നിശ്വസിക്കപ്പെട്ടിട്ടും ജീവിതത്തിൽ ആത്മാവിനു വേണ്ടി നിലനിൽക്കുന്നൊരു ജീവിതം ഇനിയും ആരംഭിച്ചിട്ടില്ല. എങ്കിലും കർത്താവ് പറയുന്നു, പത്രോസേ, നീ ചെറുപ്പമായിരുന്നപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ നടന്നു. ഇനി മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നിനക്ക് ഇഷ്ടമില്ലാത്തയിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. സ്വർഗം നിന്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ജീവിതം കീഴ്മേൽ മറിയും. ഇത് സത്യത്തിൽ അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്തു. ഇവർ ഭയചകിതരായി അടച്ചിരുന്ന മുറിക്കുള്ളിലിരുന്ന് വളരെ ഹൃദയവ്യതയോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിമഴ പെയ്യുകയും അവർ മറ്റൊരു മനുഷ്യരായി പുറത്തേക്ക് വരികയും ചെയ്യുക. അങ്ങനെ അവരുടെ ആദ്യത്തെ പ്രസംഗം കേൾക്കുമ്പോൾ പത്രോസിനോട്, സഹോദരരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് അനുതാപത്തിന്റെ അരൂപി സ്വീകരിച്ച ഒരു ജനം. ഒരുപാട് ചോദ്യം ഇതാണ്. ഞാനൊരു ദിവസം ഒരു ധ്യാന കേന്ദ്രത്തിന്റെ പുറത്ത് വെച്ച് ഒരു ചെറുപ്പക്കാരനായ പയ്യനോട് പറഞ്ഞു, മോനെ, പരിശുദ്ധാത്മാവിന് വേണ്ടി നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, കണ്ടെത്തും; മുട്ടുവിൻ, തുറക്കപ്പെടും. അപ്പോൾ ഈ ധ്യാനത്തിന്റെ സമയങ്ങളിലൊക്കെയും നിന്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിന് വേണ്ടി ആയിരിക്കണം. ഈ പയ്യൻ എന്നോട് മറുപടി പറഞ്ഞത്, അച്ഛാ, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണ്ട എന്നാണ്. ഞാൻ ചോദിച്ചു, എന്ത്? അതെന്താ നീ അങ്ങനെ പറയുന്നത്? പരിശുദ്ധാത്മാവ് വന്ന പണിയാണ്. ഈ ലോകവുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ഒരു ജീവിതക്രമം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടി വന്നെങ്കിലോ? എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ എന്തെങ്കിലും പ്രകടമായ അടയാളങ്ങളോ അത്ഭുതങ്ങളോ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിൽ താല്പര്യക്കുറവില്ലാത്ത മനുഷ്യർ ഒത്തിരിയുണ്ട്. ധ്യാനങ്ങളിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവിന് വേണ്ടി യാചിക്കുന്നു. അപ്പോഴും മനസ്സിലാക്കുന്നില്ല, ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ദൈവത്തിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാകുമെന്ന് പറഞ്ഞ അപ്പസ്തോലന്മാരുടെ ചങ്കിൽ കത്തിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്തായിരുന്നെന്ന് മനസ്സിലാക്കാതെയാണ് പലരും പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഹൃദയം ഒരുക്കാം. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുതെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുതെന്നും
പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടില്ല എന്നുമൊക്കെ സഭ കൃത്യമായി പറയുന്നതിൻ്റെ ഉൾപ്പൊരുൾ ഇത്ര മാത്രമാണ്: നമ്മൾ വിരുന്നുകാരനെ വിളിച്ചകത്ത് കയറ്റി അപമാനിക്കുന്നത് പോലെയാണ് പരിശുദ്ധ കൂദാശകളിലൂടെ, മാമോദീസായിലും സ്ഥൈര്യലേപനത്തിലും കുംഭസാരത്തിലും പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടുമ്പോൾ നമ്മൾ ആ സ്നേഹത്തെ കയ്പാക്കി മാറ്റുന്ന ഒരു ഈ ലോക ജീവിതത്തിൽ ശ്രദ്ധ വെച്ച് യൂദാസും കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മുറിച്ച അപ്പം സ്വീകരിച്ചവനാണ്, എങ്കിലും അവൻ്റെ ഉള്ളിൽ പിശാച് പ്രവേശിച്ചു എന്ന് നാം വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നു, മറ്റ് വചന വിചിന്തനങ്ങളിലും പ്രാർത്ഥനാ കൂട്ടായ്മകളിലൊക്കെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊരു ഉദ്ദേശശുദ്ധി ഉണ്ടാകണം. അവിടെ നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധ കൂദാശ നമ്മുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമായി തീരണം. അത് നമ്മുടെ ശിക്ഷാവിധിക്ക് കാരണമാകാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മുടെ ജീവിതം എടുത്തു വെച്ച് നമ്മൾ ഒരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ തരം താഴ്ത്തി ചിന്തിക്കരുത്. ദൈവം ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നമ്മുടെ ജീവിതത്തെ ഏറ്റെടുത്ത് കർത്താവിലുള്ള ജീവിതം, ആത്മാവിലുള്ള ജീവിതം, കൃപയിലുള്ള ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, സ്വർഗത്തിൻ്റെ തങ്കപ്രാവേ, ഞങ്ങളിലേക്ക് പെയ്തിറങ്ങണമേ. ഞങ്ങളുടെ ഇഷ്ടമില്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറുന്നതിനു വേണ്ടി, ഞങ്ങളുടെ ജീവിതത്തെ സ്വർഗത്തിനു വേണ്ടി എടുത്തു വയ്ക്കുന്നതിനു വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും യോസപിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും നിരന്തര മാധ്യസ്ഥ സഹായവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.